ഹലോ, എല്ലാവർക്കും പ്രായോഗിക മലയാളത്തിന്റെ പ്രഡിക്ഷൻ ലൈവിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും എക്സാമിന്റെ ഒരു എന്താ പറയാ ചൂടിലൊക്കെ ഇരിക്കുകയായിരിക്കും അല്ലെ. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ബുക്സ് ഒക്കെ വെച്ചിട്ട് എന്താണ് പഠിക്കുക, എങ്ങനെയാണ് ഇനി എക്സാം എഴുതുക എന്നുള്ളതിന്റെ ഒക്കെ ഒരു തിരക്ക് പിടിച്ച ഓട്ടത്തിലായിരിക്കും എന്നറിയാം. എന്തായാലും അതിനൊരു ഹെൽപ്പായിട്ട് നമ്മളൊരു പ്രഡിക്ഷൻ ലൈവ് ഇവിടെ ചെയ്യാണ്. അപ്പൊ പ്രായോഗിക മലയാളം അത്ര ഈ ടഫായിട്ടുള്ളൊരു ചാപ്റ്ററും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതിനകത്തില്ല. നമ്മൾ പഠിക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് പോയിന്റ് വൈസ് ആയിട്ട് നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുന്ന അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് പ്രായോഗിക മലയാളത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കാം. എന്തായാലും എന്താണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ്. എന്നാലും ഈ പാർട്ട് ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്ന കുറച്ച് പാർട്ടുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വെച്ച് പോവുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടുകളാണ്, കുറച്ച് ടോപ്പിക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് നോക്കി വെച്ച് പോവുക. എന്താ പറയാ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. നമുക്ക് വിവർത്തനവും തർജ്ജമയും ഒക്കെയാണ് പഠിക്കാനുള്ളത്. അതൊക്കെ എന്താണ് നമുക്ക് അല്ലാതെ തന്നെ അറിയാവുന്ന, നമ്മൾ ഒരുപാട് പുസ്തകം വായിക്കുന്ന ആൾക്കാരൊക്കെ ആണല്ലോ എല്ലാവരും അല്ലെ. അപ്പോ അത്തരത്തിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ വാർത്തയെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ എന്താണ്, ആദ്യത്തെ ബ്ലോക്കിലൊക്കെ മലയാള ശൈലിയെ കുറിച്ചും ഗദ്യത്തെ കുറിച്ചും ആശയവിനിമയത്തെ കുറിച്ചും ഒക്കെയാണ് പഠിക്കാനുള്ളത് അല്ലെ. അപ്പൊ അതൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. നമ്മൾ പോയിന്റുകളായിട്ട് പഠിച്ചു വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അത് എഴുതാൻ പറ്റും. എന്തായാലും നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? ബുക്കും പെന്നും വെള്ളവും ഒക്കെ ആയിട്ട് ഇരിക്കുക. എന്തായാലും ഈ പറയുന്ന പോയിന്റുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്ന പോയിന്റുകളൊക്കെ നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കണം. എന്നിട്ട് നല്ല ഉഷാറായിട്ട് തന്നെ എക്സാമിന് പോവുക. എക്സാമിന് നല്ല കോൺഫിഡൻസോട് കൂടി എഴുതാൻ എല്ലാവർക്കും പറ്റട്ടെ. എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ? ഓക്കെ, അപ്പോൾ പ്രായോഗിക മലയാളത്തിന്റെ പേപ്പറിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എന്താ പറയാ പ്രഭാഷണങ്ങള്, പ്രസംഗങ്ങള്, പിന്നെ എന്താണ് ഒരുപാട് ലേഖനങ്ങള് ഒക്കെയാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ ഓരോ പാർട്ടായിട്ട് ബ്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് അറിയാവുന്ന മാരാരെ കുറിച്ച് നമുക്കറിയാം അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട് മലയാള സാഹിത്യത്തിലൊക്കെ നിരൂപണത്തിന്റെ ആ ഒരു ഉപന്യാസത്തിന്റെ ബ്ലോക്കിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ മാരാരെ കുറിച്ച് അറിയാം, MP പോളിനെ കുറിച്ച് അറിയാം. അങ്ങനെ കുറെ പേര് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. എന്നാലും പരിചയമില്ലാത്ത കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും. എന്തായാലും അവരൊക്കെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കുന്ന സമയത്ത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യനും 2 മാർക്കിന്റെ ക്വസ്റ്റ്യനും 5 മാർക്കിന്റെ ക്വസ്റ്റ്യനും 10 മാർക്കിന്റെ ക്വസ്റ്റ്യനും ഒക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക്. ആ 4 സെക്ഷൻസ് ആണല്ലേ ഉണ്ടാവുക. അപ്പൊ എല്ലാവരും എല്ലാ ക്ലാസ്സിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഒറ്റയൊന്നു പോലും വിട്ടുപോവാതെ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് നമ്മൾ എക്സാം എഴുതുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ടൈം ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് ഒരിക്കലും വിഷമിച്ചിരുന്നിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? ഇല്ല അല്ലേ. അപ്പൊ മാക്സിമം ടൈം മാനേജ് ചെയ്തിട്ട് എത്രയും സ്പീഡ് തന്നെ എഴുതാൻ ശ്രമിക്കുക. പഠിക്കുന്ന സമയത്ത് നന്നായിട്ട് പഠിച്ചാൽ പിന്നെ സ്പീഡിൽ എഴുതാൻ പെട്ടെന്ന് പറ്റും അല്ലേ. അപ്പൊ എന്തായാലും അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തായാലും കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗദ്യശൈലിക്ക് വേണ്ട പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഗദ്യശൈലിക്ക് വേണ്ട പ്രധാന ഗുണങ്ങളെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് ആ ഒരു ഗദ്യശൈലിയെ കുറിച്ച് S. ഗുപ്തൻ നായർ പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്താണ്? വ്യക്തിത്വം, ആത്മാർത്ഥത, ഭാഷാ സമ്പർക്കം. അപ്പോ ഗദ്യശൈലി നമ്മളെ വെറുതെ ഒരു എന്താ പറയാ വാക്കുകളൊക്കെ എടുത്തിട്ട് എഴുതിയാൽ മതിയോ? കഥയും അതുപോലെ തന്നെ പ്രസംഗവും ലേഖനവും ഒക്കെ എഴുതുന്ന സമയത്ത് വെറുതെ ഓരോന്ന് കുത്തിക്കുറിച്ചിട്ട് എഴുതിയാൽ മതിയോ? പോരാ അല്ലെ. അതിനൊരു ഭംഗി വേണം, അതിനൊരു ശൈലി വേണം. ഓരോരുത്തർക്കും ശൈലിയിലൊക്കെ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണല്ലേ. അപ്പൊ നമുക്കറിയാം അഴീക്കോടിന്റെ ആയാലും അതുപോലെ തന്നെ MN വിജയന്റേതായാലും മുണ്ടശ്ശേരിയുടേതായാലും ഒക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ വായിക്കുന്ന സമയത്ത് ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ്. പിന്നെ ഒരാൾക്ക് തന്നെ പല വിധത്തിലുള്ള ശൈലികളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ശൈലി എന്ന് പറയുന്നത് വ്യക്തിത്വത്തിന്റെ ഭാഗമായിട്ട് വരും. അതായത് ഒരാളുടെ ആ ഒരു എന്താ പറയാ അവര് ജീവിച്ച ആ ഒരു സന്ദർഭവും ചുറ്റുപാടുകളും അയാളുടെ ആശയങ്ങളും അങ്ങനെ ആ ഒരു വ്യക്തിത്വത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ശൈലികള്. അതുപോലെ തന്നെ ആത്മാർത്ഥത, നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരു വിഷയത്തെ കുറിച്ച് പഠിച്ച് ആ വിഷയത്തെ കുറിച്ച് ലേഖനവും കഥയും ഒക്കെ എഴുതുന്ന സമയത്ത് അതിന് കുറച്ചുകൂടി ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും അല്ലെ. അപ്പൊ അതുണ്ട്. ജീവത് ഭാഷാ സമ്പർക്കം, അതെ, മറ്റുള്ളവരോടും അതുപോലെ തന്നെ മറ്റു ഭാഷകളിലുള്ളവരോടും ഒക്കെ എന്താ പറയാ നമ്മുടെ ചുറ്റുപാടിലുള്ളവരോടൊക്കെ എന്താ പറയാ നമ്മൾ ഇടപഴകണം. എന്നാൽ മാത്രമേ നമുക്ക്
ആ ഒരു ശൈലി, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ശൈലി ഏതാണ്, ആൾക്കാർക്ക് എങ്ങനെ എഴുതിയാലാണ് നന്നായിട്ട് രസിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഈ സമ്പർക്കം വേണം അല്ലേ. അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഗദ്യ ശൈലിക്ക് വേണ്ട പ്രധാന ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത് ഒരു മാർക്കിനുള്ള ക്വസ്റ്റ്യനേ ഉള്ളൂ. ഇത് വെറുതെ ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി, കൂടുതലായിട്ടൊന്നും അറിയേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് തർജ്ജമയെ സാർത്ഥകമാക്കുന്ന പഠന രീതി എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തർജ്ജമ നമുക്കറിയാലേ, ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാണ്, മറ്റൊരു വേർഡ് നമ്മൾ ഉണ്ടാക്കുകയാണ് അല്ലെ. അപ്പൊ ഇംഗ്ലീഷിലുള്ള വാക്ക് എന്ന് പറയുന്ന ഒരു വേർഡ് ആണെങ്കിൽ ആ വേർഡിന് അതേ രീതിയിൽ അർത്ഥം വരുന്ന മലയാളത്തിലെ വേർഡ് നമ്മൾ ഉണ്ടാക്കണം, അതായത് തർജ്ജമ ചെയ്യണം. അപ്പൊ നടക്കുക, വാക്ക് നടക്കുക, അങ്ങനെയുള്ള നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസ്കൃതത്തിൽ നിന്നും ഒക്കെ തർജ്ജമ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോ അത്തരത്തില് ഒരുപാട് ഇംഗ്ലീഷിൽ നിന്നും അതുപോലെ തന്നെ ഫ്രഞ്ചിൽ നിന്നും ഒക്കെ മലയാളത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ബുക്ക്, നോവലുകള്, കഥകള് ഒക്കെ, ലേഖനങ്ങളും ഒക്കെ ഒരുപാടുണ്ട്. അപ്പൊ നമുക്ക് മറ്റുള്ള ഭാഷകളിലെ എന്താ പറയാ ആഖ്യാന രീതി എങ്ങനെയാണ്, അവരുടെ ശൈലികൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവാൻ ഈ തർജ്ജമയൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോ അത്തരത്തില് തർജ്ജമയെ സാർത്ഥകമാക്കുന്ന പഠന രീതി എന്താണെന്ന് ചോദിച്ചാല് സംസ്കാര പഠനമാണ് കേട്ടോ. എന്താണ് സംസ്കാര പഠനം? ഓർത്തു വെക്കാൻ, നിർബന്ധമായിട്ടും ഓർത്തു വെക്കേണ്ടതാണ്. ഇത് ചിലപ്പോ എസ്സേക്ക് ചോദിച്ചാലും നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് എഴുതാൻ പറ്റുന്നതാണ്. ഇതൊരു പോയിന്റ് ആണ്, അപ്പൊ അത് നിങ്ങൾക്ക് അതിൽ കൂട്ടിച്ചേർത്ത് എഴുതാൻ പറ്റുന്നതാണ്. അപ്പൊ 1 വേർഡിന് ചോദിക്കുകയാണെങ്കിലും 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിലും 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിലും 10 മാർക്കിന് ചോദിക്കുകയാണെങ്കിലും ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് എഴുതാം. അപ്പൊ എന്താണ് സംസ്കാര പഠനമാണ് തർജ്ജമയെ സാർത്ഥകമാക്കുന്ന പഠന രീതി എന്ന് പറയുന്നത്. അപ്പോ എങ്ങനെയാണ് സംസ്കാരം ഉണ്ടാവുക അല്ലെ? സംസ്കാര പഠന രീതിയിലേക്ക് തർജ്ജമ മാറുന്നത് എങ്ങനെയാണ്? മറ്റു ഭാഷകളിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്ന സമയത്ത്, തർജ്ജമ ചെയ്യുന്ന സമയത്ത് ആ കാലവും ആ ദേശവും അതുപോലെ തന്നെ അവരുടെ സംസ്കാരവും ഒക്കെ നമുക്ക് ഈ തർജ്ജമയിലൂടെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോ അത്തരത്തിൽ അങ്ങനെ അറിയാൻ പറ്റുന്ന സമയത്ത് ആ സംസ്കാരം, ആ ഒരു സംസ്കാരത്തിന്റെ പഠന രീതിയിലേക്ക് അത് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? പ്രഭാഷണം കൊണ്ട് വിശ്വവിജയം നേടിയ ഭാരതീയൻ. ഭാരതീയർ അല്ല കേട്ടോ, ഭാരതീയനാണേ, ഭാരതീയൻ. അപ്പൊ ആരാണ് പ്രഭാഷണം കൊണ്ട് വിശ്വവിജയം നേടിയ ഭാരതീയൻ? പ്രസംഗ കലയില് സുകുമാർ അഴീക്കോട് അങ്ങനെ ഒരാളെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഉള്ളെന്നൊക്കെ എടുത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. 1ഉം 2ഉം തവണ വായിച്ചാൽ പോരാ കേട്ടോ, റിവൈൻഡ് ചെയ്ത് വീണ്ടും വീണ്ടും വായിക്കാം. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ഏത് ചാപ്റ്ററിനാണെന്ന് മനസ്സിലായാൽ പോരാ, ഏത് ഭാഗത്തു നിന്നാണെന്ന് മനസ്സിലാവണം, ഏത് പാരഗ്രാഫിലാണ് ഈ സംഭവം പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണം. അതുകൊണ്ട് റിവൈൻഡ് ചെയ്ത് വായിക്കാം. കാരണം സുകുമാർ അഴീക്കോട് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാല് സുകുമാർ അഴീക്കോട് പറഞ്ഞത് തന്നെ നമ്മൾ എഴുതണം അല്ലേ, അല്ലാതെ നമുക്ക് ഉണ്ടാക്കി എഴുതാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ എസ് ഗുപ്തൻ നായർ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാല് അവര് പറഞ്ഞത് തന്നെ നമ്മൾ എഴുതണം. അതുപോലെ തന്നെ ബെഞ്ചമിനെ കുറിച്ചും അതുപോലെ സെസ്യൂറിനെ കുറിച്ചും ഒക്കെ ചോദിക്കുന്ന സമയത്ത് അതൊക്കെ എന്താണ്, അവരെ കുറിച്ച് തന്നെ നമ്മൾ എഴുതണം. അപ്പൊ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കത് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക കേട്ടോ. ടെക്സ്റ്റ് വായിക്കുന്ന ഒരാൾക്ക് പ്രായോഗിക മലയാളം എളുപ്പമല്ല എന്ന് പറയാൻ പറ്റേയില്ല, കാരണം അത്രയ്ക്ക് എളുപ്പമാകും എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും പ്രഭാഷണം കൊണ്ട് വിശ്വവിജയം നേടിയിട്ടുള്ള ഭാരതീയൻ ആരാണ് എന്നുള്ളത് സുകുമാർ അഴീക്കോട് പറയുന്നത് ആരെയാണ്? സ്വാമി വിവേകാനന്ദനെയാണ് കേട്ടോ. സ്വാമി വിവേകാനന്ദനെയാണ് സുകുമാർ അഴീക്കോട് പ്രഭാഷണം കൊണ്ട് വിശ്വവിജയം നേടിയ ഭാരതീയൻ എന്ന് പറയുന്നത്. നമുക്കറിയാം അല്ലെ, പല ലോകത്തിലെ പല സ്ഥലത്തും പല ദേശത്തും പല രാജ്യത്തും ഒക്കെ പോയിട്ട് പ്രഭാഷണം കൊണ്ട് എന്താ പറയാ എല്ലാവരെയും വരുതിയിലാക്കി, അല്ലെങ്കിൽ എല്ലാവരെയും ആരാധിക്കപ്പെടാനുള്ള ഒരാളാണ് ആര്? സ്വാമി വിവേകാനന്ദൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് അങ്ങനെ തന്നെ പഠിച്ചു പോയാൽ മതി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്ന സമയത്ത് എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ?
ക്രെഡിറ്റ് ലൈൻ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലെ. ക്രെഡിറ്റ് ലൈൻ എന്താണ്, ബൈ ലൈൻ എന്താണ്, ഇൻട്രോ എന്താണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്തിലാണ് പഠിക്കാനുള്ളത്? ഓർമ്മ വന്നിട്ടുണ്ടാവുമല്ലോ. വാർത്താ ഘടനയിലാണ് പഠിക്കാനുള്ളത്. വാർത്ത എഴുതുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ആ ഒരു ഘടന എന്താണെന്നാണ് ആ ഒരു ഇതിലാണ് ഈ ഒരു വേർഡ് ഒക്കെ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പൊ എന്തായിരുന്നു ക്രെഡിറ്റ് ലൈൻ? ക്രെഡിറ്റ് ലൈൻ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? വാർത്ത ശേഖരിച്ച ആളെയാണ് ക്രെഡിറ്റ് ലൈൻ സൂചിപ്പിക്കുന്നത്. അതായത് നമ്മൾ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു വാർത്ത ശേഖരിക്കുന്ന, ആ വാർത്ത അവിടെ പോയിട്ട് ഇന്ന ഒരു വാർത്തയുണ്ട് എന്ന് പറഞ്ഞ് കൊണ്ടു കൊടുക്കുന്ന ആ ആളെ ആണ് ക്രെഡിറ്റ് ലൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ബൈ ലൈൻ എന്താ മക്കളെ? ബൈ ലൈൻ എന്താണ്? റിപ്പോർട്ടറിന്റെ പേര് അതിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ബൈ ലൈൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ അത് രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. എന്തായാലും അത് നിങ്ങൾ ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ ഇൻട്രോ എന്താണ് എന്നുള്ളതൊക്കെ എന്തായാലും ഓർത്ത് വെക്കണേ. അതുപോലെ വാർത്താഘടന 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ വാർത്താഘടന എന്താണ്? തലക്കെട്ട് വേണം അല്ലെ, ഇൻട്രോ വേണം, പിന്നെന്താണ്, അങ്ങനെ അതിന്റെ മിഡിൽ പാർട്ട്, അതിന്റെ ഉപസംഹാരം, അങ്ങനെ കുറെ പാർട്ടുകളുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ആ ഒരു വാർത്താഘടന എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിൽ മൊത്തം അതാണ് പറയുന്നത്. അത് 10 മാർക്കിനാണ് ചോദിക്കാറുള്ളത്. ചോദിക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഡൗട്ട് ആണ്. എന്തായാലും നമുക്കത് പഠിച്ചു വെച്ചേ പറ്റൂ. കാരണം 10 മാർക്കിന് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ ഒരു 10 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യന് പിന്നെ വേറെ എവിടെയും പോണ്ട. കാരണം അത് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് തലക്കെട്ട് എങ്ങനെ എഴുതാൻ അറിയില്ലേ, അതിന്റെ വാർത്ത എങ്ങനെയുള്ളതാണ്, ആകർഷകമാകണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയില്ലേ. അപ്പൊ അത് നമുക്കും കൂടി ഒരു ഇൻപുട്ട് ഇട്ട് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നിങ്ങൾ അത് മിസ്സാക്കരുത്, പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. പറഞ്ഞ കാര്യം തന്നെ മറ്റു വാക്കുകളിൽ ആവർത്തിക്കുന്ന ദോഷം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് പറഞ്ഞ കാര്യം തന്നെ മറ്റു വാക്കുകളിൽ ആവർത്തിക്കുന്ന ദോഷം? നമുക്കിത് എവിടെയാ പഠിക്കാനുള്ളത്? മലയാള ശൈലി 3-ാം അധ്യായം, 3 അധ്യായങ്ങൾ പഠിക്കാനുണ്ടല്ലേ. എന്താണ് 3-ാമത്തെ അധ്യായം? അതായത് കുട്ടിക്കൃഷ്ണമാരാരുടെ മലയാള ശൈലി എന്ന് പറയുന്ന പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായം നമുക്ക് പഠിക്കാനുണ്ട്. അതിനകത്ത് എന്താണ് പറഞ്ഞ കാര്യം തന്നെ മറ്റു വാക്കുകളിൽ കൂടി എന്താ പറയാ ആവർത്തിക്കുന്ന ഒരു ദോഷത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതിന്റെ ഒരു പേരുണ്ട്. എന്താണ്? പൗനരുക്ത്യ ദോഷം ട്ടോ. പൗനരുക്ത്യ ദോഷം എന്നാണ് അതിന് പേര് പറയാ. അതായത് നമ്മൾ അടുത്ത ഒരു പാർട്ടിലേക്ക് വരും, അതിന്റെ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരും. എന്തായാലും ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാം. എന്താണ്? നമ്മൾ കിഴക്കോട്ട് എന്ന് പറയുന്നതിന് പകരമായിട്ട് നമ്മളിടാ കിഴക്കോട്ടേക്ക് എന്ന് പറയാറില്ലേ. അപ്പൊ ഈ ഏക്ക് എന്ന് പറയുന്നത് പൗനരുക്ത്യ ദോഷമാണ് എന്നാണ് ആര് പറയുന്നത്? കുട്ടിക്കൃഷ്ണമാരാര് പറയുന്നത്. നമ്മൾ എന്താ പറയാ മലയാളത്തിൽ ഒരുപാട് വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. നമുക്ക് മലയാളം നന്നായിട്ട് അറിയാം എന്നൊക്കെയാണ് എല്ലാവരുടെയും വിചാരം. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന പല വാക്കുകളും തെറ്റാണ്, അല്ലെങ്കിൽ വ്യാകരണപരമായിട്ട് അത് തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള കുട്ടിക്കൃഷ്ണമാരാരുടെയും അതുപോലെ തന്നെ എസ് ഗുപ്തൻ നായരുടെയും ഒക്കെ ലേഖനങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നതൊക്കെ പൊട്ട തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലെ. അല്ലെങ്കിൽ ചില തെറ്റുകളൊക്കെ അതിനകത്തുണ്ട് എന്നുള്ളത് മനസ്സിലാവും. പക്ഷെ ആശയവിനിമയത്തിന് അതൊരു പ്രശ്നമേ അല്ല. എന്നാലും നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു മലയാളം സ്റ്റുഡന്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ എന്താണ് തെറ്റ് വരുത്താൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തായാലും കിഴക്കോട്ടേക്ക്, പടിഞ്ഞാറോട്ടേക്ക് എന്നൊക്കെ പറയുന്നത് ഏക്ക് എന്നുള്ളത് വെറുതെ ചേർക്കുന്നതാണ്. അപ്പൊ ഒരു എന്താ പറയാ നീട്ടി വലിച്ചെഴുതാൻ വേണ്ടി ചേർക്കുന്ന ഒരു സംഭവമാണ്. അതിന്റെ ഒരു ആവശ്യവും ഇല്ല എന്നാണ് പറയുന്നത്. ആ ദോഷത്തെയാണ് പൗനരുക്ത്യ ദോഷം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് 5 മാർക്കിന്റെയും അതുപോലെ തന്നെ 2 മാർക്കിന്റെയും ഒക്കെ ക്വസ്റ്റ്യനിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണെന്ന് നോക്കാം. ബഷീർ ബാല്യകാല സഖി എഴുതിയതിനെ കുറിച്ചുള്ള MN വിജയന്റെ നിരീക്ഷണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ MN വിജയൻ ബഷീറിനെ കുറിച്ച് എന്താണ് മരുഭൂമികൾ പൂക്കുമ്പോൾ എന്ന് പറയുന്ന ആ ഒരു ലേഖനത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ബഷീറിന്റെ മതിലുകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, ബാല്യകാല സഖിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, ശബ്ദങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ
ഒക്കെ ഓരോരോ പാർട്ട്, അതായത് ബഷീറിന്റെ കൃതികളെ തന്നെയാണ് എഴുതിയിട്ടുള്ളത്, അതിനെ കുറിച്ചൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് വായിക്കണം. എന്തൊക്കെയാണ് എം വിജയൻ പറഞ്ഞിട്ടുള്ളത്, എന്തൊക്കെ സവിശേഷതകളാണ്, എന്തൊക്കെ അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്താണെന്ന് നോക്കാം. ബാല്യകാല സഖി എഴുതിയതിനെ കുറിച്ചിട്ട് എം വിജയന്റെ അഭിപ്രായം അല്ലെങ്കിൽ നിരീക്ഷണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. കാരണം ഇത് എം വിജയനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം അതേപടി നമ്മൾ എഴുതി വെക്കണം. അല്ലെങ്കിൽ ചില മാറ്റങ്ങളൊക്കെ എന്തായാലും വരും. ബൈ ഹാർട്ട് ഒന്നും പഠിച്ചു വെച്ചാലും നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും എന്നൊന്നുമില്ല. എന്നാലും ഏകദേശം ഇതുപോലെയൊക്കെ നിങ്ങൾ എഴുതി വെക്കണം. എന്താണ്? സ്നേഹം എത്ര മഹത്താണ് എന്നു മാത്രമല്ല, സ്നേഹം എത്ര നിരർത്ഥകമായ വസ്തുതയായി തീരുന്നു എന്നും സ്നേഹം എങ്ങനെ യാഥാർത്ഥ്യത്താൽ ഞെരുക്കപ്പെടുന്നു എന്നും പറയാനാണ് ബഷീർ ബാല്യകാല സഖി എഴുതിയിട്ടുള്ളത് എന്ന് എം വിജയൻ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ സ്നേഹത്തെ കുറിച്ചാണ് ബാല്യകാല സഖി നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ സ്നേഹത്തെ കുറിച്ച്, മഹത്തായിട്ടുള്ള സ്നേഹത്തെ കുറിച്ച്, അത് എത്രമാത്രം മഹത്തരമാണ് എന്നുള്ളതിനെ കുറിച്ചും, സ്നേഹം എത്ര നിരർത്ഥകമായ വസ്തുതയായി തീരുന്നു, അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് തന്നെ സ്നേഹം കൊണ്ട് മാത്രം നമുക്കൊന്നും ആവാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം നമുക്ക് ആ ബാല്യകാല സഖിയില് അവസാനത്തേക്ക്, അതായത് അവതാരികയിൽ MP പോൾ എഴുതുന്നുണ്ട്. ബാല്യകാല സഖി എന്താണ്? ജീവിതത്തിൽ നിന്നും കീറിയെടുത്ത ഒരേടാണ്, എന്താ പറയാ, വക്കിൽ രക്തം പൊടിയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ നമ്മളെ വേദനിപ്പിക്കുകയും എന്താ പറയാ, സ്നേഹം കൊണ്ട് നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട് അല്ലെ ആ ഒരു ബാല്യകാല സഖി എന്ന് പറയുന്ന നോവല്. അപ്പോ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. സ്നേഹം എത്ര നിരർത്ഥകമായിട്ടുള്ള ഒരു വസ്തുതയായി തീരുന്നു എന്നും സ്നേഹം എങ്ങനെ യാഥാർത്ഥ്യത്താൽ ഞെരുക്കപ്പെടുന്നു, മജീദും സുഹറയും തമ്മിലുള്ള ആ ഒരു സ്നേഹം യാഥാർത്ഥ്യത്താൽ ഞെരുക്കപ്പെടുകയാണ്. അവര് തമ്മിൽ എന്താ പറയാ, ഒരുമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാല് ഉണ്ട്. എന്നാൽ പോലും എന്താണ്, അവസാനം സുഹറയുടെ മരണമാണ് മജീദ് അറിയുന്നത്. കാല് പോയിട്ട് മജീദ് വരുന്ന സമയത്ത് സുഹറ മരിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തില് വേദനാജനകമായിട്ടുള്ള യാഥാർത്ഥ്യത്തിലെ ഒരു സ്നേഹം നമുക്ക് തിരിച്ചറിയാൻ ഈ ബാല്യകാല സഖി ബഷീർ എഴുതിയിട്ടുണ്ട് എന്നതാണ് എം വിജയൻ ഇതിനകത്ത് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പൊ എം വിജയൻ മതിലുകളെ കുറിച്ച് എന്താണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, അതുപോലെ തന്നെ ശബ്ദങ്ങളെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കണം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ശ്രോതഭാഷ, ലക്ഷ്യഭാഷ, ഇത് രണ്ടും വിശദീകരിക്കാം. അപ്പൊ എന്താണ് ശ്രോതഭാഷ, എന്താണ് ലക്ഷ്യഭാഷ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഒന്നുമില്ലടാ, വെറും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്കിത് എവിടെയാണ് പഠിക്കാനുള്ളത്? വിവർത്തനത്തിലാണ് അല്ലെ. അപ്പൊ ഏതു ഭാഷയിൽ നിന്ന് വിവർത്തനം ചെയ്യുന്നുവോ ആ ഭാഷയെ ശ്രോതഭാഷ എന്ന് പറയുന്നു. അപ്പൊ എന്താണ്, നമ്മൾ വിവർത്തനം ചെയ്യുന്ന സമയത്ത് ഏതു ഭാഷയിൽ നിന്നാണ് നമ്മൾ വിവർത്തനം ചെയ്യുന്നത്? നമ്മളിപ്പോ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ഒരു കാര്യം വിവർത്തനം ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഏതായിരിക്കും ശ്രോതഭാഷ? ഏതിൽ നിന്നാണ് നമ്മൾ വിവർത്തനം ചെയ്യുന്നത്? ഇംഗ്ലീഷിൽ നിന്നാണല്ലേ. അപ്പൊ ഇംഗ്ലീഷ് ആണ് അവിടെ ശ്രോതഭാഷ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? ഏത് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നുവോ ആ ഭാഷയെ ലക്ഷ്യഭാഷ എന്ന് പറയുന്നു. എന്താണ്? ലക്ഷ്യഭാഷ. അപ്പൊ ഏത് ഭാഷയിൽ നിന്നാണോ വിവർത്തനം ചെയ്യുന്നത് അത് ശ്രോതഭാഷ. ഏത് ഭാഷയിലേക്ക് ആണോ വിവർത്തനം ചെയ്യുന്നത് അത് ലക്ഷ്യഭാഷ. അപ്പോ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷ് ശ്രോതഭാഷയും മലയാളം ലക്ഷ്യഭാഷയും ആവുന്നു. ഓക്കെ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ, വളരെ സിമ്പിൾ ആണെടാ. അപ്പൊ ഇനി ഇത് 2 മാർക്കിന് ചോദിച്ചാൽ എഴുതാം. ഇനി 5 മാർക്കിനാണ് ഈ ശ്രോതഭാഷയും ലക്ഷ്യഭാഷയും ഒക്കെ ചോദിക്കുന്നത് എങ്കിൽ നമുക്ക് ഇതും അതിന്റെ കുറച്ച് അടുത്തടുത്ത പോയിന്റുകൾ കൂടി കൂട്ടിച്ചേർത്ത് എഴുതേണ്ടതുണ്ട്. അപ്പൊ മാർക്കിനനുസരിച്ച് എഴുതുക എന്നുള്ളതാണ് നമ്മുടെ മറ്റൊരു കാര്യം, ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. അപ്പൊ 2 മാർക്കിനാണ് ചോദിച്ചതെങ്കിൽ അതിന് മാത്രമുള്ള ആൻസർ എഴുതാം. 5 മാർക്കിനാണെങ്കിൽ കുറച്ചുകൂടി നീട്ടിയിട്ട് എഴുതാം. 10-നാണെങ്കിൽ നന്നായിട്ട് ലാവിഷ് ആയിട്ട് എഴുതാം. ഓക്കെ അല്ലേ? അപ്പോ ശ്രോതഭാഷ എന്താണ്? ഏത് ഭാഷയിൽ നിന്നും വിവർത്തനം ചെയ്യുന്നു ആ ഭാഷയെ ശ്രോതഭാഷ എന്ന് പറയുന്നു. ഏത് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്നു ആ ഭാഷയെ ലക്ഷ്യഭാഷ. നമ്മൾ ഒരു ലക്ഷ്യം കാണുന്നുണ്ടല്ലോ, അതാണ് ലക്ഷ്യഭാഷ. ഓക്കെ അല്ലേ? ഇനി ശ്രോതഭാഷയിൽ ആവിഷ്കരിക്കപ്പെട്ട ആശയങ്ങളെ
കഴിയുന്നത് ഏറ്റക്കുറച്ചിൽ കൂടാതെയും ലക്ഷ്യഭാഷയുടെ ആവിഷ്കരണ രീതിക്ക് ഇണങ്ങുന്ന രീതിയിൽ ലക്ഷ്യഭാഷയിൽ ആവിഷ്കരിക്കുന്നതിനുള്ള പ്രയത്നമാണ് വിവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഭാഷയിൽ നിന്ന് നമുക്ക് അപരിചിതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അന്യ ഭാഷയിൽ നിന്ന് നമ്മുടെ മാതൃഭാഷയിലേക്ക് ഒരു കാര്യം വിവർത്തനം ചെയ്യാണെന്ന് വെച്ചോ. അങ്ങനെ വിവർത്തനം ചെയ്യുന്ന സമയത്ത് ശ്രോത ഭാഷയിൽ, ഇപ്പൊ ഇംഗ്ലീഷും മലയാളമാണല്ലോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇംഗ്ലീഷാണ് ശ്രോത ഭാഷ. അപ്പൊ ഭാഷയിൽ ആവിഷ്കരിക്കപ്പെട്ട ആശയങ്ങളെ കഴിയുന്നതും ഏറ്റക്കുറച്ചിൽ കൂടാതെ, നമുക്ക് ആ ഭാഷയിൽ നിന്നുള്ള ആ ഒരു വികാരം അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് പറയുന്ന അർത്ഥം എങ്ങനെയാണോ ദ്യോതിപ്പിക്കുന്നത്, എന്ത് നമുക്ക് എന്താ പറയാ, വിഷമാണോ സങ്കടമാണോ സന്തോഷമാണോ, അങ്ങനെ ഒരു കാര്യം ദ്യോതിപ്പിക്കില്ലേ. നമ്മൾ എന്തൊരു കഥ വായിച്ചാലും നമുക്കത് വിഷമം ഉണ്ടാക്കും, ചിലപ്പോൾ ചില ഭാഗങ്ങളിൽ സന്തോഷം ഉണ്ടാക്കും അല്ലെ. അപ്പൊ ഇംഗ്ലീഷിൽ എഴുതിയ ആ ഒരു കാര്യത്തെ ഏത് തരത്തിലാണോ അവിടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് അതേ തരത്തിൽ തന്നെ ലക്ഷ്യഭാഷയുടെ ആവിഷ്കരണ രീതിക്ക് ഇണങ്ങുന്ന രീതിയിൽ, അതായത് ഇപ്പൊ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കാണെങ്കിൽ മലയാളത്തിലെ വായനക്കാർക്ക് കൂടി ഏകദേശം സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ, മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ ആവിഷ്കരിക്കേണ്ടതുണ്ട്. ലക്ഷ്യഭാഷയിൽ ആവിഷ്കരിക്കുന്നതിനെ ഉള്ള പ്രയത്നമാണ് വിവർത്തനം എന്ന് പറയുന്നത്. ശ്രോതഭാഷയിൽ നിന്ന് ലക്ഷ്യഭാഷയിലേക്ക് വെറുതെ അങ്ങ് വിവർത്തനം ചെയ്തിട്ടാ പോരാ, നിഘണ്ടു നോക്കിയിട്ട് ജസ്റ്റ് അതിന്റെ സെയിം വേർഡ് അങ്ങ് പറഞ്ഞ പോരാ അല്ലേ, അതല്ല വിവർത്തനം. എന്താണ് ആ ഒരു ആശയം എങ്ങനെയാണോ ആ ശ്രോതഭാഷയിൽ ദ്യോതിപ്പിക്കുന്നത് അതേ തരത്തിൽ തന്നെ ലക്ഷ്യഭാഷയിലേക്ക് മറ്റുള്ളവർക്ക്, അതായത് ലക്ഷ്യഭാഷ വായിക്കുന്നവർക്ക് ഇണങ്ങുന്ന രീതിയിൽ ആവിഷ്കരണത്തോട് കൂടിയിട്ട് വിവർത്തനം ചെയ്യുക. അങ്ങനെയുള്ള പ്രയത്നമാണ്, അങ്ങനെയുള്ള ഒരു എന്താ പറയാ ഒരു കഴിവാണ് അല്ലെങ്കിൽ ആ ഒരു സംഭവം പ്രക്രിയയാണ് വിവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ ആ ഒരു പോയിന്റ് കൂടി അതിനകത്ത് കൂട്ടിച്ചേർക്കാം. പിന്നെ ഒരു പോയിന്റ് കൂടി ഉണ്ട്, എന്താണ്? വിവർത്തകന് ശ്രോതഭാഷയിലും ലക്ഷ്യഭാഷയിലും നല്ല പാണ്ഡിത്യം ഉണ്ടായിരിക്കണം. അതായത് ഇംഗ്ലീഷും മലയാളവും അറിഞ്ഞിരിക്കുന്ന, അത്രയും നന്നായിട്ട് അറിഞ്ഞിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് എന്താ പറയാ വിവർത്തനം ചെയ്യാൻ പറ്റൂ. അപ്പൊ ശ്രോതഭാഷ ഇംഗ്ലീഷ് മാത്രമൊന്നും കേട്ടോ, ഏതും ആയിക്കോട്ടെ, ഇപ്പോ ഫ്രണ്ട്സിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ആയിക്കോട്ടെ, അങ്ങനെ ഏത് ഭാഷയാണെങ്കിൽ പോലും ആ രണ്ട് ഭാഷയിലും ആ വിവർത്തനം ചെയ്യുന്ന ആൾക്ക് നല്ല പാണ്ഡിത്യം ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രതിപാദ്യ വിഷയത്തിലും അഗാധമായ അവഗാഹം വേണം. അതായത് എന്താണോ ആ ആശയം, എന്താണോ വിഷയം, അതിനെ കുറിച്ചും കൃത്യമായിട്ട് ബോധം ഉണ്ടായിരിക്കണം. കാരണം മറ്റുള്ള ഭാഷയിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇതായിരിക്കും എന്ന് ഊഹാപോഹങ്ങൾ കൊണ്ട് ചിന്തിച്ച് തർജ്ജമ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ വിവർത്തനം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ആ ഒരു കാര്യം കൃത്യമായിട്ട് ആ ഒരു വിഷയത്തിൽ അവഗാഹം ഉണ്ടായിരിക്കണം, എന്താ പറയാ ആഴത്തിലുള്ള ജ്ഞാനം ഉണ്ടായിരിക്കണം എന്നുകൂടി അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ശ്രോതഭാഷയും ലക്ഷ്യഭാഷയും ചോദിച്ചാൽ 2 മാർക്കിന് ചോദിച്ചാൽ ആദ്യത്തെ ഒരു പോയിന്റ് മാത്രം എഴുതിയാൽ മതി, എന്താണ് എന്നുള്ളത് എഴുതിയാൽ മതി. ഇനി 5 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ അതിന്റെ താഴോട്ട് കൂടി ഉള്ള പോയിന്റുകൾ നിങ്ങൾ എഴുതണം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വാർത്താഘടനയിലെ ലീഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? അപ്പൊ നമ്മൾ വാർത്താഘടനയിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ക്രെഡിറ്റ് ലൈൻ എന്താണെന്നല്ലേ. എന്താണ്? വാർത്ത ശേഖരിക്കുന്ന ആളെയാണ്, അതിനെയാണ് ക്രെഡിറ്റ് ലൈൻ എന്ന് പറയാ. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ലീഡാണ് ചോദിച്ചിട്ടുള്ളത്. ലീഡ് എന്താ? ലീഡിന് വേറൊരു പേരുണ്ടല്ലോടാ, എന്താണ്? ഇൻട്രോ അല്ലേ. വാർത്തയുടെ ആദ്യ പാരഗ്രാഫിനെ ഇൻട്രോ അല്ലെങ്കിൽ ലീഡ് എന്ന് പറയുന്നു. അതായത് നമ്മളൊരു വാർത്ത വായിക്കുന്ന സമയത്ത് അതിന്റെ ഫസ്റ്റ് പാരഗ്രാഫ് നമുക്കറിയാലോ. ആ ഫസ്റ്റ് പാരഗ്രാഫ് വായിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ റീലൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ, റീലൊക്കെ കാണുന്ന ആൾക്കാരല്ലേ. അപ്പൊ റീലിന് ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരിക്കണം? നന്നായിട്ട് ആകാംക്ഷ ഉണ്ടായിരിക്കണം, നമുക്കൊരു ഇൻട്രസ്റ്റ് വരണം, എന്നാൽ മാത്രമേ നമ്മൾ ആ റീല് കാണുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോവുള്ളൂ അല്ലേ. അപ്പൊ അതുപോലെ തന്നെ വാർത്തയില് എന്താണ്? ഇൻട്രോ, ആദ്യത്തെ പാരഗ്രാഫിനെയാണ് ഇൻട്രോ അല്ലെങ്കിൽ ലീഡ് എന്ന് പറയുന്നത്. ആ വാർത്തയിലേക്കുള്ള ഒരു പ്രവേശന കവാടമാണ് അത്, അതായത് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ലീഡ് അല്ലെങ്കിൽ ഇൻട്രോ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ആ ഇൻട്രോ ആകർഷകമായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോ എന്താണ് ആ കവാടം എന്ന് പറയുന്നത്? ആകർഷകമായ മാത്രമേ ആ വാർത്ത നമ്മൾ വായിക്കുള്ളൂ. അപ്പൊ ആ ലീഡ് ആകർഷകമായിരിക്കണം എന്ന് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ലീഡ് എന്താണെന്ന് ചോദിച്ചാൽ 1 മാർക്കിനാണെങ്കിൽ ഈ എന്താണ് ലീഡ് അല്ലെങ്കിൽ എന്താണ് ഇൻട്രോ എന്നുള്ളത് മാത്രം എഴുതിയാൽ മതി. എന്നാൽ അടുത്ത എന്താണ് 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ 2-3 പോയിന്റുകളോട് കൂട്ടിച്ചേർക്കാം. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്.
5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിനും അതുപോലെ തന്നെ 2 മാർക്കിനും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? മലയാള പത്രപ്രവർത്തന ചരിത്രത്തിൽ ചെങ്കുളത്ത് കുഞ്ഞിരാമൻ മേനോന്റെ പ്രാധാന്യം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മലയാള പത്രപ്രവർത്തന ചരിത്രത്തിൽ ചെങ്കുളത്ത് കുഞ്ഞിരാമൻ മേനോന്റെ പ്രാധാന്യം എന്താണ്? അപ്പൊ പത്രപ്രവർത്തനത്തെ കുറിച്ച് നമുക്ക് ഒരു ലേഖനം പഠിക്കാനുണ്ട്. അതിനകത്ത് ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? അപ്പൊ പങ്ക്തി, അതായത് പത്രത്തില് എന്താ പറയാ പങ്ക്തികൾ വരാൻ തുടങ്ങിയ ആ ഒരു കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു ആര്? ചെങ്കുളത്ത് കുഞ്ഞിരാമൻ മേനോൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അത്രയ്ക്ക് അധികം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എന്താണെന്ന് നോക്കാം. എന്താണ്? മലയാള പത്രത്തിന് നിലപാടും അഭിപ്രായവും ഉണ്ടാക്കി കൊടുത്തത് ചെങ്കുളത്ത് കുഞ്ഞിരാമൻ മേനോൻ ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു നിലപാടും ഒരു അഭിപ്രായവും എപ്പോഴും പത്രത്തിനുണ്ടായിരിക്കണം എന്നുള്ള ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ചെങ്കുളത്ത് കുഞ്ഞിരാമൻ മേനോൻ ആണ് എന്നാ പറയുന്നത്. അപ്പൊ അദ്ദേഹം ആരായിരുന്നു? കേരള പത്രിക പത്രത്തിന്റെ പത്രാധിപരായിരുന്നു ആര്? ഈ ചെങ്കുളത്ത് കുഞ്ഞിരാമൻ മേനോൻ. അപ്പൊ അദ്ദേഹമാണ് പത്രത്തിനും ഒരു അഭിപ്രായം ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു പങ്ക്തിയായിട്ട് അത് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി അതിനു മുമ്പ് എന്തായിരുന്നു അവസ്ഥ എന്നുള്ളത് പറയുന്നുണ്ട്. അതിനു മുമ്പ് ജനാഭിപ്രായം എന്നുള്ള ഒന്നില്ലായിരുന്നു. എന്നും പ്രമാണികളുടെയോ ഉദ്യോഗസ്ഥരുടെയോ അഭിപ്രായങ്ങളായിരുന്നു അവസാന വാക്കുകളായിട്ട് വർത്തിച്ചിരുന്നത് എന്നാ പറയുന്നത്. അതായത് പത്രം എന്ന് പറയുന്നത് ജനങ്ങൾ വേണ്ടി അല്ലാതെ, ജനങ്ങളുടെ അഭിപ്രായം മുന്നെടുത്തിട്ടല്ലാതെ എന്താണ് ഉദ്യോഗസ്ഥരുടെ വലിയ ഉദ്യോഗസ്ഥരുടെയും വലിയ പ്രമാണികളുടെയും ഒക്കെ അഭിപ്രായങ്ങളായിരുന്നു ആ പത്രത്തിന്റെ അവസാന വാക്ക് എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു കാര്യത്തിൽ നിന്നും ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ഈ ചെങ്കുളത്ത് കുഞ്ഞിരാമൻ മേനോൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഈ ഒരു സാഹചര്യത്തിലാണ് ചെങ്കുളത്ത് കുഞ്ഞിരാമൻ മേനോന്റെയും കേരള പത്രികയുടെയും പ്രസക്തി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു എന്താ പറയാ പ്രമാണികളുടെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ഒരു വാക്ക് കേട്ടുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന ആ പത്രത്തിന്റെ ഒക്കെ ഒരു മാറ്റം, ആ ഒരു അവസ്ഥയിൽ നിന്നൊരു മാറ്റം ഈ ഒരു കേരള പത്രം കൊണ്ടുവന്നു. അത് ചെങ്കുളത്ത് കുഞ്ഞിരാമൻ മേനോന്റെ ഒരു പ്രസക്തി തന്നെയാണ് എന്നുള്ള ഒരു കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. ഓക്കെ അല്ലേ? വലുതായിട്ട് എന്താ പറയാ ടഫ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല, വിഷമിക്കൊന്നും വേണ്ട. ഈ പോയിന്റുകളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എന്താണോ ടെക്സ്റ്റ് നിങ്ങൾ നന്നായിട്ട് വായിക്കും. PDF ഒക്കെ കയ്യിലുണ്ടല്ലോ, അല്ലെങ്കിൽ പ്രിന്റ് എടുത്തതൊക്കെ കയ്യിലുണ്ടാവും. അപ്പൊ അത് നിങ്ങൾ വായിക്കാതെ പോവുക ചെയ്യരുത്. പ്രായോഗിക മലയാളത്തില് ടെക്സ്റ്റ് വായിക്കണം എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. നമ്മൾ എന്ത് നോട്ട് വായിച്ചിട്ടുണ്ടെങ്കിലും തീരെ വായിക്കാത്തവരാണെങ്കിൽ ഒരു തവണയെങ്കിലും ടെക്സ്റ്റ് വായിച്ചു പോവുക കേട്ടോ. ഇനി വായിച്ചവരാണെങ്കിൽ വീണ്ടും വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പേടിക്കൊന്നും വേണ്ട. എന്താണ്, നമുക്ക് ഈ പോയിന്റുകൾ എടുത്താലും നമുക്ക് ആ ഒരു ആൻസർ ഒക്കെ കിട്ടും. പക്ഷെ നിങ്ങൾക്ക് അത് പൂർണ്ണ രൂപത്തില് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലൊക്കെ എഴുതാൻ പറ്റണമെങ്കിൽ നിങ്ങൾ അത് വായിക്കണം കേട്ടോ. അപ്പോ അതിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞേ ഉള്ളൂ. എന്തായാലും നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഭാഷയിൽ കാണുന്ന പ്രധാന പൗനരുക്തി ദോഷങ്ങളെ പറ്റി വിവരിക്കുക. അപ്പൊ നമ്മൾ നേരത്തെ പൗനരുക്തി ദോഷം എന്താണെന്ന് പറഞ്ഞു അല്ലേ? എന്താണ്? ഭാഷയിൽ വേണ്ടാത്ത സ്ഥലത്തൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് വാക്കുകൾ കൊണ്ടുവരുന്ന ആ ഒരു മാറ്റം അല്ലെങ്കിൽ ആ ഒരു ദോഷത്തെയാണ് പൗനരുക്തി ദോഷം എന്ന് പറയുന്നത്. ഇത് കുട്ടിക്കൃഷ്ണമാരാര് മലയാള ശൈലിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ്. നമുക്ക് നോക്കാം. കിഴക്കോട്ടേക്ക്, മേലോട്ടേക്ക് എന്നൊക്കെ പറയുന്നത് ഓട്ട്, ഏക്കി എന്നൊക്കെ ഉള്ളത് വിഭക്തി ആഭാസമാണ് എന്നാ പറയുന്നത്. വേണ്ടാത്ത കാര്യങ്ങളാണ്. അപ്പോ ഇതിനെയാണ് പൗനരുക്തി ദോഷം എന്ന് പറയുന്നത്. വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വലിച്ചു നീട്ടി പറയാ. അപ്പൊ ശരിക്കും എന്ത് മതി? കിഴക്കോട്ട്, മേലോട്ട് എന്നുള്ളത് മതി. അപ്പൊ ഈ ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ പൗനരുക്തി ദോഷങ്ങളെ പറ്റി വിവരിക്കുക എന്ന് പറയുന്ന സമയത്ത് കുട്ടിക്കൃഷ്ണമാരാർ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എഴുതിയാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എന്താണ്? ചെയ്യിപ്പിക്കുക, കാണിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് തെറ്റാണെന്നാണ് പറയുന്നത്. അപ്പ അവിടെ വേണ്ട, ചെയ്യിക്കുക, കാണിക്കുക എന്ന് മാത്രം മതി. അപ്പൊ ശരിയായ രീതിയിൽ തന്നെ നമ്മൾ അത് ഉപയോഗിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. കുട്ടികൾക്കും കൂടി അറിയാം. അപ്പൊ ആ ഒരു വാക്യത്തില് നമുക്ക് തോന്നും അത് വലിയ തെറ്റൊന്നുമില്ല, എന്താണ് കുട്ടികൾക്കും കൂടി അറിയാം എന്നുള്ളതല്ലേ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയും. പക്ഷെ എന്നുള്ളതും കൂടി എന്നുള്ളതും ആ രണ്ട് വാക്കിനെ അല്ലെങ്കിൽ എന്നുള്ള ആ ഒരു സംഭവത്തിന്റെയും കൂടി എന്നുള്ള ഒരു വാക്കിന്റെയും ഒക്കെ അർത്ഥം എന്താണ്? ഒന്ന് തന്നെയാണ്. അപ്പൊ രണ്ടും ഒരേ അർത്ഥത്തിൽ വരുന്ന രണ്ട് വാക്കുകൾ അതിനകത്ത് വേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഒന്നുകിൽ നമുക്ക് കുട്ടികൾക്കും അറിയാം എന്ന് പറയാം, അല്ലെങ്കിൽ കുട്ടികൾക്ക് കൂടി അറിയാം എന്ന് പറയാം അല്ലെ? അപ്പൊ കൂടി എന്നുള്ളത് രണ്ടും ഒരേ സമയത്ത് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത് എന്താണ്? 2 വീതം, 10 വീതം. അപ്പൊ വീതം എന്ന് പറയുന്നത് എന്താണ്?
2 വീതം 10 വീതം എന്നൊക്കെയാണ് നമ്മൾ പറയാ. അപ്പൊ ഈ 2 എന്ന് വെച്ചാല് അതിന്റെ അർത്ഥം 2 വീതം എന്നാണ്. 10 എന്ന് വെച്ചാല് അതിന്റെ അർത്ഥം 10 വീതം എന്നാണ്. അപ്പൊ പിന്നെയും നമ്മൾ ഈ 2 കഴിഞ്ഞിട്ട് ഒരു വീതം കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ്. ഈ വീതം എന്നുള്ളത് വേണ്ട എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളിൽ പോലും തെറ്റുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം. ഇതൊക്കെ എന്താണ് അതിന്റെ മാറ്റം എന്നുള്ളത് ഓർത്ത് വെച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വരാണെങ്കിൽ അങ്ങനെ എഴുതാട്ടോ. ഓരോ വീട് തോറും എന്ന് പറയുന്നതും എല്ലാ വെള്ളിയാഴ്ച തോറും എന്ന് പറയുന്നതും ഒക്കെ രണ്ടും ഒരേ അർത്ഥം വരുന്ന 2 വാക്കുകളുണ്ട്. എന്താണ്? ഓരോ എന്ന് പറയുന്നതും തോറും എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. അപ്പോ ഒന്നുകിൽ ഓരോ വീടെന്ന് പറയാം, അല്ലെങ്കിൽ വീട് തോറും എന്ന് പറയാം. അതുപോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ച തോറും എന്ന് പറയേണ്ട ആവശ്യമില്ല, എല്ലാ വെള്ളിയാഴ്ചയും അല്ലെങ്കിൽ വെള്ളിയാഴ്ച തോറും എന്ന് പറഞ്ഞാൽ മതി. പിന്നെ എന്താണ്? അതേ സമയത്ത് തന്നെ എന്ന് പറയുന്നതിനേക്കാൾ ആ സമയത്ത് തന്നെ എന്ന് പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ അതേ ആൾ തന്നെ എന്ന് പറയുന്നതിനേക്കാൾ ആ ആൾ തന്നെ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇതിൽ കുറെ ഉദാഹരണങ്ങൾ ഉണ്ട് കേട്ടോ. അപ്പൊ മാക്സിമം നിങ്ങൾക്ക് ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ ഈ ഉദാഹരണങ്ങൾ മൊത്തം എഴുതാം. 2 മാർക്കിന്റെ ആണെങ്കിൽ കുറച്ചൊക്കെ എഴുതിയാൽ മതി. പിന്നെ 10 മാർക്കിന് ഇത് ചോദിക്കുമോ എന്ന് എനിക്ക് അറിയില്ല, ചോദിച്ച് കണ്ടിട്ടില്ല. എന്തായാലും നിങ്ങൾ അതൊന്ന് പഠിച്ചു വെക്കാം. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഞാൻ ജസ്റ്റ് വായിച്ചു പോവാം. എന്താണ്? അറിവുള്ളവരോ അഥവാ അറിവില്ലാത്തവരോ എന്ന് പറയുന്നതിന് പകരം ഓ എന്നുള്ളതും അഥവാ എന്നുള്ളതും ഒരുമിച്ച് വേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ അറിവുള്ളവരോ അറിവില്ലാത്തവരോ ആയ ആളുകൾ എന്ന് പറയാം, അല്ലെങ്കിലോ അറിവുള്ളവർ അഥവാ അറിവില്ലാത്തവർ ആയ ആളുകൾ എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇനി അർത്ഥം മനസ്സിലാക്കാതെ സംസ്കൃത പദങ്ങളും തെറ്റായി പ്രയോഗിക്കുന്നു എന്നുള്ളത് ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അപ്പൊ നിങ്ങൾ ഈ പോയിന്റ് കൃത്യമായിട്ട് എന്തായാലും എഴുതണം. ബാക്കിയുള്ള പോയിന്റ് ഒക്കെ എഴുതണ്ടെന്നല്ല, ഇത് കുറച്ചുകൂടി ഒന്ന് നന്നായിട്ട് എഴുതണം. അപ്പോ അർത്ഥം മനസ്സിലാക്കാതെ സംസ്കൃത പദങ്ങളും തെറ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നാസിക ചൂർണപ്പൊടി. അപ്പൊ നാസിക ചൂർണപ്പൊടി എന്ന് പറയുന്നത്, ചൂർണം എന്ന് പറയുന്നതും പൊടി തന്നെയാണ്. സംസ്കൃതത്തില് അതിന്റെ അർത്ഥം പൊടി എന്ന് തന്നെയാണ്, ചൂർണം എന്ന് പറഞ്ഞാല്. അപ്പോ നാസിക ചൂർണം എന്ന് പറഞ്ഞാൽ മതി, അല്ലേ? നാസിക പൊടി എന്ന് പറഞ്ഞാൽ മതി. വെറുതെ എന്തിനാണ് നമ്മൾ രണ്ടും കൂടി മിക്സ് ചെയ്യുന്നത്? നാസിക ചൂർണം എന്ന് പറയുന്നതാണ് കൃത്യമായിട്ടുള്ള വേർഡ് എന്ന് പറയുന്നത്. പിന്നെ അവർ തമ്മിൽ പരസ്പര സംസർഗം. അപ്പൊ സംസർഗം എന്ന് പറയുന്നത് തന്നെ പരസ്പരം എന്താ പറയാ ഇടപഴകുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ പരസ്പരം എന്നുള്ളത് അതിന്റെ മുന്നിൽ ചേർക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. അവർ തമ്മിൽ സംസർഗം എന്ന് പറഞ്ഞാൽ മതി. പിന്നെന്താണ്? ജോലി ചെയ്യുന്നതിലുള്ള കൃത്യനിഷ്ഠ വിവിധങ്ങളായ പല ദശാസന്ധികൾ എന്ന് പറയുന്നുണ്ട്. അപ്പോ എന്താണ്? വിവിധങ്ങളായ പല ദശാസന്ധികൾ എന്ന് പറയുന്ന സമയത്ത് വിവിധവും പലവും സെയിം ആണ്. പല എന്ന് പറഞ്ഞാലും വിവിധം എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. അപ്പൊ അത് ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി എന്നുള്ളതാണ്. അപ്പോ അത്രയൊക്കെയാണ് നമുക്ക് എന്താണ് എക്സാമിന് വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. വളരെ കുറച്ചെണ്ണം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരിക കേട്ടോ. അപ്പോൾ ഇതുവരെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ ഒരുപാട് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് കൃത്യമായിട്ട് പഠിക്കുക. വീണ്ടും വീണ്ടും ഞാൻ പറയാണ്, ടെക്സ്റ്റ് നിർബന്ധമായിട്ടും നിങ്ങൾ വായിക്കുക. അതുപോലെ തന്നെ ഷോർട്ട് നോട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ആ ഷോർട്ട് നോട്ടുകൾ കൃത്യമായിട്ട് വായിക്കാം. അപ്പോ അതില് എന്താ പറയാ കുറെ സംഭവങ്ങളുണ്ട്. സങ്കേതനം എന്താണ്, വിസങ്കേതനം എന്താണ്, ലിപ്യന്തരണം എന്താണ് എന്നൊക്കെയുള്ള കുറച്ച് വേർഡ്സ് ഉണ്ട്. അതൊക്കെ എന്താണെന്നുള്ളതുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഷോർട്ട് നോട്ടിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. എന്തായാലും എല്ലാവർക്കും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. എന്താ പറയാ എല്ലാവരും നന്നായിട്ട് ജയിക്കാൻ തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്താ പറയുക എക്സാം ഒക്കെ എഴുതാനുള്ള ഒരു ശുഭ ആശംസകൾ ഞാൻ തരുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.